നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പയും മത്തിക്കറിയാണ്. തിരുവനന്തപുരം സ്റ്റൈൽ കപ്പയും മീൻകറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ കപ്പേനെ തൊലി കളഞ്ഞ് അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെള്ളത്തിൽ കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് നമ്മളിതിന് വേവിക്കാൻ വെക്കുക. നമ്മളിവിടെയൊക്കെ ഇതിനെ മരിച്ചിനി എന്നാണ് പറയണേ. നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. കപ്പ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. കപ്പ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ല ചെറിയൊരു ബ്രൗൺ കളറാവട്ടെ. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കണം. രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കപ്പ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. മത്തി ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഈ തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താ ചെയ്യേണ്ടത്. നമ്മൾ മത്തി പുളിയും മുളകാണ് വെക്കുന്നത്. അതിലേക്ക് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി നമ്മളിതാ അമ്മിയിലാണ് അരക്കണേ. കുറച്ച് കുരുമുളക് പൊടിയല്ല കുരുമുളകാണ് ഇടണേ. ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇടാനേ. നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇട്ടുള്ളൂ. നമ്മളിപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. കുറച്ച് മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് ഇനി അരയ്ക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കാം. ഇത് കുറച്ച് പുളി കൂടി വെച്ച് കൊടുക്കുക. ഇതും കൂടി നന്നായിട്ട് മഷി പോലെ അരയ്ക്കുക. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് അതങ്ങനെ അരച്ചെടുക്കാം. അതിൽ കൂടെ നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതും ഇനി നന്നായിട്ട് ഇതേപോലെ അരച്ച് നല്ല മഷി പോലെ ഇത് കൂടി മിക്സായി എടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് അതിൽ കൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മഷി പോലെ അരച്ച് എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. കറിവേപ്പിലയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോഴേ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് അമ്മിയിൽ അരച്ച് നന്ന മഷി പോലെ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മത്തിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം പിന്നെ മത്തിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് ഇനി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതിനെ പുറത്തുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കണം. നല്ല തീ ഫുൾ കൂട്ടി വെച്ചിട്ട് തന്നെ വെക്കുന്നത്.
ഇനി കുറച്ച് നന്നായിട്ടൊന്ന് തിള വരട്ടെ. മീൻ ഇത് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് വറ്റിക്കോട്ടെ, ഇത്തിരി വെള്ളം നന്നായിട്ട് വറ്റി വരട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് നല്ല തിള വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുറച്ചുകൂടി വറ്റിക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് വറ്റിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇതാ നമ്മുടെ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് അയയ്ക്കുക. അപ്പോൾ ഇനി വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ ടാറ്റാ.